മറ്റാരുണ്ട് LDF അല്ലാതെ? മറ്റ് സ്ഥലങ്ങളിലെല്ലാം ആ രീതിയിൽ വികസനം നടന്നിട്ടും ഇവിടെ ഒരു വികസനവും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന ഉപമയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതാ ഫുൾ വീഡിയോ കാണിക്കുന്നത് വ്യക്തിപരമായി അധിക്ഷേപിച്ചതല്ല. അല്ല, ഒരിക്കലും അല്ല. തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13ഇടത്തും LDF മത്സരിക്കുന്നത് സീറ്റ് നിലനിർത്താനാണ്. പക്ഷേ കോവളത്ത് പിടിച്ചെടുക്കാനാണ് ബക്കറ്റ് റൂഫസിനെ ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ വിൻസെൻ്റ് വിജയിച്ചൊരു സ്ഥലം, അങ്ങനെ അങ്ങ് പെട്ടെന്ന് പോരുമോ കൂടെ? ഞാൻ ഈ പറഞ്ഞ അതേ മണ്ഡലത്തിലെ വെങ്ങാനൂർ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി ഇതേ സ്ഥലത്ത് ആ രീതിയിലുള്ള സൗഹൃദമുണ്ട്. പല വിഷയങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. പിന്നെ തൊട്ടടുത്ത് ഇനിയും 3 പഞ്ചായത്തും 4 കോർപ്പറേഷൻ വാർഡ് കൂടെ അടങ്ങുന്നതാണ് നമ്മുടെ ഈ മണ്ഡലം. പക്ഷേ നമ്മൾ അറിയാമല്ലോ, ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പറയുന്ന ഏരിയകൾ അത്രയും കവർ ചെയ്യും. വിവിധ ഫംഗ്ഷനായിരുന്നാലും അല്ലാതെയുള്ള സൗഹൃദങ്ങളായാലും ഈ പ്രദേശത്തെ വിവിധ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ആളുകൾക്ക് സുപരിചിതനാണ്. അതെ അതെ അതെ. എന്താണ് ഗ്രൗണ്ടിൽ ഇറങ്ങി വോട്ട് ചോദിക്കുമ്പം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ? MLAക്കെതിരായ ഒരു വികാരമുണ്ടോ? എന്താണ് പൾസ്? നിലവിലെ നമ്മുടെ ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന പദ്ധതികൾ മാത്രമാണ്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി ആയിരുന്നാലും അറിയാലോ, സ്കൂളുകളിൽ വന്ന വ്യത്യാസങ്ങൾ, ആരോഗ്യ മേഖലയിൽ വന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ ഇതിനപ്പുറമായിട്ട് MLAയുടെ രീതിയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റിന് പോലും തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന് ഈ 10 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത KSRTC ഡിപ്പോയിലെ അവസ്ഥ അടക്കം, നമ്മുടെ കുടിവെള്ള പ്രശ്നങ്ങളായിരുന്നാലും അവിടെ മത്സ്യം വയ്ക്കുന്ന അമ്മമാരെ സംബന്ധിച്ചുള്ള പ്രാഥമിക ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല. അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം വരും. ഇനി നമ്മുടെ തൊട്ടടുത്ത് വിഴിഞ്ഞം ഇത്രയും എങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കി യാഥാർത്ഥ്യമായതിൻ്റെ തൊട്ടടുത്തുള്ള പാലം, ഒരു 70 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു പാലമുണ്ട്. ആ പാലത്തിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വികസനം നടന്നിട്ടില്ല. തൊട്ടിപ്പുറത്ത് ആ ഗംഗയാറ് പോയി കഴിഞ്ഞാൽ വളരെ മലിനജന തുല്യമായ വെള്ളത്തിലാണ് ഇന്നും ആൾക്കാർ കുളിക്കാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. താങ്കളുടെ പ്രചരണത്തിന് വേണ്ടി ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ വന്നപ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായി. ഇല്ല, ഒരിക്കലും അങ്ങനെ അല്ല ഉണ്ടായത്. ആ വീഡിയോ മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും വികസനം നടന്നിട്ടും ഇവിടെ ആ മുരടിപ്പിലായിരിക്കുന്ന അവസ്ഥയാണ് ഉപമ എന്ന രീതിയിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. കറുത്തമുത്ത് എന്ന തരത്തിൽ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം ആ രീതിയിൽ വികസനം നടന്നിട്ടും ഇവിടെ ഒരു വികസനവും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന ഉപമയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതാ ഫുൾ വീഡിയോ കാണിക്കുന്നത്. വ്യക്തിപരമായി അധിക്ഷേപിച്ചതല്ല. അല്ല, ഒരിക്കലും അല്ല. കാരണം എന്തെല്ലാം തരത്തിൽ വേണമെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഒരു തരത്തിലും അങ്ങനെ ഒരു വ്യക്തിഹത്യ ഒരാൾക്കെതിരെയും നമ്മൾ പ്രചാരണത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അവസാന ലാപ്പിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഉള്ളത്. ഇത്തവണ ഈ കോവളം ഒപ്പം നിൽക്കും എന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയും. ഒപ്പം സ്ഥാനാർത്ഥി ബക്കറ്റ് റൂഫസും. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.